ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ശ്രീസ് വ്ലോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ, കുറച്ച് കഷ്ണങ്ങൾ മാത്രം വെച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു നല്ലൊരു സാമ്പാർ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വെണ്ടയ്ക്കയും തക്കാളിയും സവാളയുമാണ്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഒരല്പം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. വെണ്ടയ്ക്കയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഒരു കുക്കറിനകത്തേക്ക് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചെറിയ കഷ്ണം കായം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും സവാളയും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് കുഞ്ഞുള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ പച്ചമല്ലി, വറ്റൽമുളക്, ഒരു നുള്ളി ഉലുവയുമാണ്. ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതെല്ലാം നന്നായി വറുത്തതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ വറുത്തെടുത്താൽ മതിയാകും. ഇപ്പം നമ്മുടെ തേങ്ങയ്ക്ക് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കാം. വാളൻപുളിയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി അതിലേക്ക് തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം നമുക്കതിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കറി ഒന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം. പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടിയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക സാമ്പാർ തയ്യാറായി. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.